യൂറോപ്യൻ യൂണിയനെ വെല്ലുവിളിക്കുകയാണോ ട്രംപ്? ഇപ്പൊ ചങ്ങാത്തം റഷ്യയോടാണ്. യൂറോപ്യൻ യൂണിയനോട് പോയി പണി നോക്ക് എന്നുള്ളൊരു നിലപാടാണോ ട്രംപ് സ്വീകരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഉക്രൈനുമായി ബന്ധപ്പെട്ടിട്ട് നിലവിൽ ഇപ്പോൾ ട്രംപ് സ്വീകരിക്കുന്ന നിലപാട്. ഗൗതമി പറഞ്ഞത് തന്നെയാണ്. ഉക്രൈനുമായിട്ട് റഷ്യയുമായിട്ടും ഉള്ള യുദ്ധം ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി ട്രംപ് എടുക്കുന്ന നിലപാട്. ഇത് ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള ടേംസ് ഒന്ന് അകറ്റുന്നു, അല്ലെങ്കിൽ അവർ തമ്മിൽ തെറ്റുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചാൽ പരമ്പരാഗതമായി തന്നെ അമേരിക്കയ്ക്കൊപ്പമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ നിൽക്കുന്നത്. അമേരിക്ക എന്ത് പറയുന്നു അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ കേൾക്കുകയുള്ളൂ. ഇപ്പം നമുക്കറിയാം, റഷ്യ പോലെയുള്ള ഒരു വലിയ രാജ്യം ഉക്രൈൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ ഉക്രൈന് പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല. അതിനുള്ള ശക്തിയില്ല, മണിയില്ല, മീൻസ് സാമ്പത്തികമില്ല, അതുപോലെ തന്നെ ആയുധങ്ങളില്ല. ഇതെല്ലാം കൊടുക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഇതെല്ലാം കൊടുത്ത് അമേരിക്ക മുന്നിൽ നിന്ന് ഒരു യുദ്ധത്തിൻ്റെ പാതി വഴിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ യുദ്ധം അവസാനിപ്പിക്കും ഞാൻ എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രചരണ വേളയിൽ പറഞ്ഞിരുന്നു. എപ്പോൾ? ഞാൻ പ്രസിഡന്റ് ആയാൽ. താൻ പ്രസിഡന്റ് ആയാൽ 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുന്ന ട്രംപ് പക്ഷേ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ജോ ബൈഡൻ എന്ന് പറയുന്ന തൊട്ട് മുമ്പത്തെ പ്രസിഡന്റ് ഒരു ചെറിയ പണി കൊടുത്തു. അതായത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ അമേരിക്ക ഈ ഉക്രൈന് നൽകിയിട്ട് റഷ്യ അറ്റാക്ക് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ റഷ്യ അങ്ങനെ അറ്റാക്ക് ചെയ്താൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഡൊണാൾഡ് ട്രംപും തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന ബന്ധത്തിൽ വിള്ളൽ വീഴും. ഇത് അവരുടെ ഒരു തന്ത്രമായിരുന്നു. എന്തായാലും അങ്ങനെ സംഭവിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്കൊക്കെ നടത്തി. പക്ഷേ ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ 25% സ്ഥലം ഉക്രൈനിൽ നിന്ന് റഷ്യ നിലവിൽ പിടിച്ചെടുത്തു. അപ്പോൾ നിലവിൽ ഈ റഷ്യ ഈ സ്ഥലം പിടിച്ചെടുത്തത് കൊണ്ട് തന്നെ ഈ സ്ഥലമൊന്നും ഇനി വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാകില്ല. അപ്പോൾ നഷ്ടം ഉണ്ടാകുന്ന ഉക്രൈനാണ്. അപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചർച്ച സൗദിയിൽ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ പുടിനും ഒക്കെ കൂടെ സൗദി അറേബ്യയിൽ വരുന്നു. പക്ഷേ ഈ ചർച്ച എന്ന് പറയുന്നത് ഉക്രൈനുമായിട്ടുള്ള യുദ്ധം നിർത്താനാണല്ലോ. അവിടേക്ക് സെലൻസ്കിയെ ക്ഷണിച്ചിട്ടില്ല. അപ്പോൾ സെലൻസ്കി ഇല്ലാതെ യുദ്ധം എങ്ങനെയാ കോംപ്രമൈസ് ആകുക? മാത്രമല്ല, ഉക്രൈനിൽ ഈ മിനറൽസ് ഒക്കെ ഉണ്ട്, ധാതുക്കളൊക്കെ, അതൊക്കെ അമേരിക്കയ്ക്ക് കണ്ണുണ്ട്. അപ്പോൾ അവിടെ വേണമെങ്കിൽ നാളെ അമേരിക്ക കടന്നു ചെല്ലുകയും അതൊക്കെ തട്ടിയെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിലവിൽ എല്ലാ കാര്യത്തിലും ഉക്രൈന് വേണ്ടിയിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിന് വേണ്ടിയിട്ടായിക്കോട്ടെ അമേരിക്ക ഒരു തീരുമാനമെടുത്താൽ അതിനൊക്കെ തന്നെ ഒപ്പം യൂറോപ്യൻ രാജ്യങ്ങൾ നിൽക്കുന്നു. ഇവിടെ ഈ യുദ്ധം മുഖത്തേക്ക് അമേരിക്കയാണ് ആദ്യം തന്നെ ഉക്രൈൻ്റെ കൂടെ നിന്നത്. ഇപ്പോൾ വന്നിച്ച് പറയുകയാണ് റഷ്യയുമായിട്ടുള്ള യുദ്ധം നമുക്ക് അവസാനിപ്പിക്കാം. അപ്പം യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളൊക്കെ പാതി വഴിയിലായിപ്പോയില്ലേ? അവർ ചോദിക്കുന്നു, ഞങ്ങളുമായിട്ട് എന്താണ് കൂടി ആലോചിക്കാത്തത്? അത് സ്വാഭാവികമായിട്ട് മാത്രം എടുത്താൽ മതിയോ തീരുമാനം? അതെ. അപ്പോൾ കീത്ത് കല്ലോഗ് എന്ന് പറയുന്ന ട്രംപിൻ്റെ ഒരു പ്രതിനിധിയുണ്ട്, അതായത് ഉക്രൈൻ റഷ്യ മേഖലയിലെ ട്രംപിൻ്റെ പ്രതിനിധി. അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഞങ്ങളും അതുപോലെ തന്നെ, അതായത് ട്രംപ് അമേരിക്കൻ ഭരണകൂടവും റഷ്യൻ ഭരണകൂടവും തമ്മിലാണ് ചർച്ച, അതിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ഒരു വലിയ തലയ്ക്കടി കൊടുക്കുന്ന പോലെയാണ്. കാരണം 2ാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന കാലം മുതൽ തന്നെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും യൂറോപ്പിനെ സംരക്ഷിച്ച് നിർത്തുന്നത് അല്ലെങ്കിൽ ഒരു കവചം രൂപപ്പെടുത്തി കൊടുക്കുന്നത് അമേരിക്കയാണ്. അപ്പോൾ തൊട്ട് മുമ്പിൽ അമേരിക്ക ഉണ്ടെന്നുള്ള ധൈര്യമായിരുന്നു ഇക്കാലം അത്രയും യൂറോപ്പിനുണ്ടായിരുന്നത്. ഇപ്പോൾ അമേരിക്കയ്ക്ക് ചില താല്പര്യം ഉണ്ടാകും. ഇപ്പോൾ നമുക്കറിയാലോ, ഈ ട്രേഡുമായി ബന്ധപ്പെട്ട് നികുതി വർദ്ധിപ്പിക്കുന്നുണ്ട്. 10% മുതൽ 50% വരെ നികുതിയാണ് പല രാജ്യങ്ങൾക്കും മേൽ വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങളും സാമ്പത്തികമായി തകരുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു. അപ്പം ഒറ്റയടിക്ക് ഇങ്ങനെ ട്രംപിന് ഒരു തീരുമാനം എടുക്കാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരാളെന്ന് പറഞ്ഞാൽ ഇലോൺ മസ്കാണ്. അപ്പോൾ ഇലോൺ മസ്കും ട്രംപും തമ്മിൽ ഇത്തരത്തിൽ യൂറോപ്പിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നു. അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ ചില രാജ്യങ്ങൾ മസ്കിൻ്റെ ബിസിനസ്സിനെതിരായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ ഇരുവരും തമ്മിൽ എടുക്കുന്ന തീരുമാനങ്ങൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ആലോചിക്കാതെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കൊരു വിഷമമുണ്ട്, അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന രാജ്യം ഫ്രാൻസ് ആണ്. ഫ്രാൻസ് പ്രസിഡന്റ് ഉണ്ട് ഇമാനുവൽ മാക്രോൺ. ഇമാനുവൽ മാക്രോൺ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാ കാര്യത്തിനും അനാവശ്യമായി അമേരിക്കയെ ആശ്രയിക്കേണ്ട കാര്യമില്ല, നമുക്ക് സ്വന്തമായിട്ട് നിൽക്കാം. പക്ഷേ മറ്റ് രാജ്യങ്ങൾക്കൊക്കെ പേടിയായിരുന്നു. ഇപ്പോൾ ഇമാനുവൽ മാക്രോൺ എടുത്ത ഈ നിലപാടിനൊപ്പം യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളും ചേർന്നു. അങ്ങനെ എലിസി കൊട്ടാരം എന്ന് പറയുന്ന ഫ്രാൻസിലെ ഒരു കൊട്ടാരത്തിൽ ഇവരെല്ലാം കൂടെ യോഗം ചേരാൻ തീരുമാനിച്ചു. അങ്ങനെ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോനി, അതുപോലെ തന്നെ ഒലാഫ് ഷോൾസ് ജർമ്മൻ വൈസ് ചാൻസലറാണ്, അതുപോലെ തന്നെ പോളണ്ടിൻ്റെ പ്രധാനമന്ത്രിയാണ് ഡൊണാൾഡ് ടസ്ക്, ഇവർ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ അങ്ങോട്ടേക്ക് വരികയാണ്. ഒപ്പം ഈ രാജ്യങ്ങളുടെ കൂടെ സ്പെയിൻ വരുന്നുണ്ട്, ഡെൻമാർക്ക് വരുന്നുണ്ട്, നെതർലൻഡ് വരുന്നുണ്ട്. അങ്ങനെ UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം കൂടെ തന്നെ ഒരു യോഗം ചേർന്നിട്ട് പറയുന്നു, അമേരിക്കയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം തരാതരം പോലെ അവർ നിലപാട് മാറ്റും. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന് 2016
അന്ന് മറ്റ് രാജ്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം, ചില ഹെൽപ്പുകളൊക്കെ ചെയ്യുന്ന NGO പോലുള്ള സംഘടനകൾ, ഇതിൻ്റെ എല്ലാം പ്രവർത്തനം അങ്ങ് ട്രംപ് അവസാനിപ്പിച്ചു. പിന്നീട് വന്ന ജോ ബൈഡൻ ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടി എന്ത് നിലപാടെടുത്തു അതിനെല്ലാം തള്ളിക്കളഞ്ഞിട്ട് വീണ്ടും ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂട്ടിയിണക്കി കൊണ്ടുപോകും. ഇപ്പോൾ വീണ്ടും ട്രംപ് വന്നിച്ച് പറയുകയാണ് ഞങ്ങൾ USAID ഒക്കെ നിർത്തലാക്കുന്നു. USAID നിർത്തലാക്കിയാൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉൾപ്പെടെ സമ്പദ് വ്യവസ്ഥ അത് കാര്യമായി തന്നെ ബാധിക്കും. അപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ചിന്തിക്കുകയാണ്, ഓരോ പ്രസിഡന്റ് മാറി മാറി വരുമ്പോഴും തരാതരം പോലെ US നിലപാട് മാറ്റുന്നു. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, അവരെ ആശ്രയിക്കേണ്ടി വന്നു. ഇനി അത് പറ്റില്ല. അപ്പോൾ UK പ്രധാനമന്ത്രിയായ സ്റ്റാമർ വന്നിച്ച് പറയുന്നു, ഇത്തരത്തിലുള്ള നിലപാടുമായിട്ടാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾ ബ്രിട്ടൻ ആർമിയെ ഉക്രൈനെ സംരക്ഷിക്കാൻ അയച്ചു കൊടുക്കും. അപ്പോൾ UK അങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അമേരിക്ക ചിന്തിക്കില്ല. കാരണം അമേരിക്കയുടെ ഏറ്റവും അടുത്ത രാജ്യം അല്ലെങ്കിൽ ഒരു സാമന്ത രാജ്യം എന്ന് പറയുന്നത് ബ്രിട്ടനാണ്. ഈ ബ്രിട്ടൻ വരെ അമേരിക്കയെ തള്ളിക്കളയുന്ന രീതിയിൽ ചില നിലപാടുകൾ പറയുന്നു. അപ്പോൾ ഇവർ പറയുന്നത് എന്താണ്, US-ൻ്റെ നയം മാറ്റം അല്ലെങ്കിൽ ചുവടുമാറ്റം എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. നമുക്കറിയാം, സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യത്തിൽ നിന്ന് യൂറോപ്പിലെ രാജ്യങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് നാറ്റോ എന്ന് പറയുന്ന സഖ്യം രൂപപ്പെട്ടത്. ഇപ്പം നാറ്റോയ്ക്കും ഭീഷണിയാണെന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈ യുക്രൈനും റഷ്യയും തമ്മിലുള്ള ഒരു യുദ്ധം ഉണ്ടാവാൻ ഉടലെടുക്കാനുള്ള കാരണം തന്നെ നാറ്റോയിൽ ഉക്രൈൻ ചേരാനുള്ള സാധ്യതയുണ്ട് എന്ന് പുടിന് തോന്നിയതുകൊണ്ടാണ്. ഇപ്പൊ ട്രംപും എടുക്കുന്ന നിലപാട് എന്ന് പറയുന്നത് നാറ്റോയിൽ ഉക്രൈൻ ചേരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് കൂടുതൽ ശാന്തമായിട്ടുള്ളൊരു ഒരു യുദ്ധം ഇല്ലാതാവുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ കലുഷിതമാവുകയാണോ ചെയ്യുന്നത്? ശരിക്കും 2008-2009 കാലഘട്ടത്തിലാണ് നാറ്റോയിൽ അംഗത്വം വേണമെന്ന് പറഞ്ഞിട്ട് ഈ ഉക്രൈൻ അവരെ സമീപിക്കുന്നത്. ഒരു വർഷം 3-4 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ നിങ്ങളെ അംഗീകരിക്കാം, പക്ഷേ നമ്മളുമായി ബന്ധപ്പെട്ട ചില സുരക്ഷാ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ലോയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം, അതിനുശേഷം അംഗത്വം നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെ അംഗത്വം ഉക്രൈന് ലഭിച്ചാൽ ഈ ഉക്രൈനും റഷ്യയും തമ്മിൽ ഏതാണ്ട് 2000 കിലോമീറ്ററോളം അതിർത്തി പങ്കിടുന്നുണ്ട്. ഉക്രൈന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നാറ്റോയിൽ അംഗത്വം നേടിക്കഴിഞ്ഞാൽ നാറ്റോ രാജ്യങ്ങൾ മുഴുവൻ സഹായിക്കാനായിട്ട് വരും. എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ വരും. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പുടിൻ ഈ നാറ്റോയിൽ ഇവർ ചേരാതിരിക്കാൻ വേണ്ടി ഈ ആക്രമണം മുഴുവൻ ഉണ്ടാക്കുന്നത്. അപ്പം ക്രീമിയ എന്ന് പറയുന്ന സ്ഥലം ഉൾപ്പെടെ നേരത്തെ തന്നെ റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കീവ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു കാരണവശാലും നിലം തൊടാൻ ആരെ അനുവദിക്കില്ല, ഉക്രൈനെ അനുവദിക്കില്ല. ഇതാണ് പുടിൻ്റെ ഒരു നിലപാട്. അപ്പോൾ പുടിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് പതുക്കെ വേണമെങ്കിൽ യൂറോപ്പിനെ ആക്രമിക്കാം. അപ്പോൾ ട്രംപ് പറയുകയാണ് ഇപ്പം ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം നിർത്തണം. ശരി, ഇത് ആരുടെ ആവശ്യപ്രകാരം? പുടിൻ്റെ ആവശ്യപ്രകാരം. അങ്ങനെയാണെങ്കിൽ നാളെ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യത്തെയും പുടിൻ ആക്രമിക്കാം, അല്ലെങ്കിൽ റഷ്യ ആക്രമിക്കാം. അപ്പോഴും ട്രംപ് ഒരു മീഡിയേറ്ററായിട്ട് വന്നിട്ട് തൽക്കാലം യുദ്ധം നിർത്താന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കണ്ടേ? അതുകൊണ്ട് ഇനി അത് വേണ്ട. നമ്മൾ അങ്ങനെ അന്ധമായിട്ട് അമേരിക്ക ഉൾക്കൊള്ളണ്ട, വിശ്വസിക്കേണ്ട. നമുക്ക് നമ്മുടേതായ നിലപാട് സ്വീകരിക്കാം. അപ്പോൾ യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ നാറ്റോയും അമേരിക്കയുടെ നിലപാടിൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കാൻ തുടങ്ങുന്നു. അവർ തമ്മിലൊരു കൂട്ടായ്മ രൂപപ്പെടുന്നു. ഇത് ഡൊണാൾഡ് ട്രംപിനും ഭീഷണിയാണ്. കാരണം ഇത്രയും നാൾ തങ്ങൾ പറയുന്നത് മാത്രം കേട്ട് കഴിഞ്ഞിരുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു, ഈ നാറ്റോ രാജ്യം എന്തിനു വേണ്ടിയിട്ടാണ്? നാറ്റോയ്ക്ക് വേണ്ട സമ്പത്ത്, ആയുധങ്ങളെല്ലാം നൽകുന്നത് അമേരിക്കയാണ്. ഞങ്ങൾ ഇനി നിങ്ങൾക്കും തരുന്നില്ല, അതുകൊണ്ട് നാറ്റോ അങ്ങ് പിരിച്ചുവിട്ടേക്കാം. ഇത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വലിയ പ്രശ്നമാണ്. അപ്പോൾ 3 വർഷമായിട്ട് റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം തുടരുന്നു. കൂടുതൽ സ്ഥലം നഷ്ടമാകുന്ന ഉക്രൈനാണ്. ഈ യുദ്ധം അവസാനിപ്പിക്കാനാണ് സൗദി അറേബ്യയിൽ വെച്ച് ഒരു ചർച്ച നടത്താനായിട്ട് ഇവർ തീരുമാനിക്കുന്നത്. സൗദിയിൽ വെച്ച് ചർച്ച നടത്തണമെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനും ഉക്രൈൻ്റെ പ്രധാനമന്ത്രി സെലൻസ്കിയും തമ്മിൽ ആ കൂടിക്കാഴ്ച നടത്തണ്ടേ? പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്ക് സെലൻസ്കിയെ വിളിക്കുന്നില്ല, പുടിനും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു. എല്ലാത്തിലും മീഡിയേറ്ററായിട്ട് ട്രംപ് വരും. പക്ഷേ രണ്ടുപേര് തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ 2 രാജ്യങ്ങളും ഒപ്പം മീഡിയേറ്ററും അല്ലേ വേണ്ടേ? ഇവിടെ മീഡിയേറ്റർ ഒരു രാജ്യവും മാത്രമേ ഉള്ളൂ പ്രശ്നം, മീൻസ് ചർച്ച നടക്കുന്നുള്ളൂ. പക്ഷേ സെലൻസ്കി UAE-ലെത്തി. കാരണം എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ നേരെ സൗദിയിലേക്ക് വരാം. അതായത് സെലൻസ്കിയുടെ വരവിൻ്റെ ഉദ്ദേശം റിയാദിലേക്ക് വരിക എന്നുള്ളതാണ്. പക്ഷെ ഔദ്യോഗികമായി ട്രംപ് ക്ഷണിച്ചിട്ടില്ല. ഔദ്യോഗികമായി ക്ഷണിക്കാത്തിടത്തോളം കാലം ഈ ട്രംപ് റഷ്യക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും റഷ്യൻ മണ്ണിലേക്ക് ഈ പറയുന്ന അമേരിക്കൻ ആർമി കടന്നു കയറി ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ ധാതുക്കളുള്ളതുകൊണ്ട് അവിടെ വലിയ നിക്ഷേപം നടത്താൻ അമേരിക്കൻ കമ്പനികൾക്ക് താല്പര്യമുണ്ട്. ഈ ഉക്രൈനോട് നേരത്തെ ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് ധാതു സമ്പത്തുകൾ ഉക്രൈന്റെ ചില പ്രദേശങ്ങളിൽ ഒരുപാട് ധാതു സമ്പത്തുകളുണ്ട്, അത് ഞങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾക്കായിട്ട് ഇത്ര പൈസ, ഇത്ര രൂപ, ഡോളേഴ്സ് തരാമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന സ്ഥലം വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് അമേരിക്ക റിക്വസ്റ്റ് ചെയ്യുന്നതല്ല, അമേരിക്ക കടന്നു കയറുക ചെയ്യുന്നത്. അതായത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം തീർക്കും. ഈ യുദ്ധം തീർക്കുക എന്നുള്ളത് റഷ്യയുടെ ഉക്രൈൻ്റെ ആവശ്യമാണ്. കാരണം നിരവധി പട്ടാള ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുന്നു.
സമ്പത്ത് തീരുന്നു, ആയുധങ്ങളില്ല. അമേരിക്ക ഇനി റഷ്യക്ക് സഹായം ചെയ്യുമെന്നും ഉക്രൈന് കൊടുക്കുന്ന ആയുധ സപ്ലൈ, സാമ്പത്തിക സഹായം ഇതെല്ലാം നിർത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉക്രൈന് യുദ്ധം ചെയ്യാൻ അവസ്ഥയില്ല. അതുകൊണ്ട് ഇരു രാജ്യങ്ങളും യുദ്ധം നിർത്തിയേ പറ്റും. അതിന് പകരമായിട്ടാണ് ട്രംപ് പറയുന്നത്, ഞാൻ യുദ്ധമൊക്കെ നിർത്തിത്തരാം, പകരം നിങ്ങളുടെ രാജ്യം ഇത്ര സാധനം, ഈ സാധനം എന്ന് പറയുന്നത് മിനറൽസാ, അതായത് വലിയ ധാതു നിക്ഷേപമാണ്, ഇതുകൊണ്ട് വലിയ സമ്പത്ത് നേടിയെടുക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ സെലൻസ്കിക്ക് അത് അംഗീകരിക്കുകയും നിവർത്തിയുള്ളൂ, വേറെ നിവർത്തിയില്ല. കാരണം സെലൻസ്കിക്ക് എതിരായിട്ട് അവിടുത്തെ രാജ്യത്തെ ജനങ്ങളും തിരിഞ്ഞു. ഉക്രൈൻ ജനത ചോദിക്കുന്നത്, ഈ സെലൻസ്കിയുടെ ഒരു നടപടി കൊണ്ട് എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു, ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകിടം മറിഞ്ഞു, ഇനി മുന്നോട്ട് പോകാൻ ആകെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഇനി ഇലക്ഷൻ വരാൻ പോവാണ്, ഈ ഇലക്ഷൻ വന്നാൽ സെലൻസ്കി ഭരണകൂടം എന്തായാലും താഴെ പോകും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി ട്രംപ് പറയുന്നതനുസരിച്ച് കേൾക്കുക, അല്ലെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകാന്നേ ഉള്ളൂ. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ട്രംപ് ഇങ്ങനെ ഏകപക്ഷീയമായ നിലപാടെടുക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇനി ഇവരെ അംഗീകരിക്കാൻ പറ്റില്ല. അതായത് UK, സ്പെയിന്, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, നെതർലൻഡ്, അതുപോലെ തന്നെ ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് നിന്നിട്ട് പറയുന്നു, ഇനി നമുക്ക് ഒന്നിച്ച് നിൽക്കാം, ഈ അമേരിക്കയെ എല്ലാ കാര്യത്തിലും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട. മാത്രമല്ല ഓരോ സർക്കാരും മാറി മാറി വരുമ്പോൾ, ഓരോ പ്രസിഡന്റും മാറി മാറി വരുമ്പോൾ ഇവരുടെ നയത്തിലും മാറ്റം ഉണ്ടാകും. ഇനി നമ്മൾക്കത് അംഗീകരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ, മസ്കിൻ്റെയൊക്കെ ധാർഷ്ട്യത്തെ നമ്മൾ അംഗീകരിക്കേണ്ട. യൂറോപ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും നാറ്റോയും ഒക്കെ ഇനി അമേരിക്കയിൽ നിന്ന് വേറിട്ട് നിൽക്കും. എന്ന് പറഞ്ഞാൽ അമേരിക്ക പറഞ്ഞാൽ ഇവർ കേൾക്കില്ല, അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇനി യൂറോപ്യൻ രാജ്യങ്ങൾ നിൽക്കില്ല എന്ന് പറയാം. വേണമെങ്കിൽ ഈ സ്പർദ്ധ ഒരു യുദ്ധത്തിലേക്ക് പോലും വഴിവെക്കാം. പക്ഷേ അമേരിക്ക ഒരു വലിയ രാജ്യമായതുകൊണ്ടും സാമ്പത്തികപരമായി അല്ലെങ്കിൽ ആയുധപരമായിട്ടൊക്കെ അവർ വലിയ ശക്തി ഉള്ളതിനാലും ഇവർ നേരിട്ടൊരു ഏറ്റുമുട്ടലിന് വരില്ല. പകരം ഇങ്ങോട്ട് ഉപരോധങ്ങൾ രാജ്യങ്ങളുണ്ട്. അതെ അതെ, ഇങ്ങോട്ട് ഉപരോധം ഏർപ്പെടുത്തിയാൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ തിരിച്ച് അങ്ങോട്ട് ഉപരോധം ഏർപ്പെടുത്തും. അപ്പോൾ ഇത്രയും നാൾ കൂടെ നിന്ന രാജ്യങ്ങളുടെ ഒരു ശക്തി അല്ലെങ്കിൽ പിന്തുണ അമേരിക്കയ്ക്ക് നഷ്ടപ്പെടുന്നതാണ്. എന്തായാലും ട്രംപിന്റെ ഏകപക്ഷീയമായിട്ടുള്ള പല നിലപാടുകളും നേരത്തെയൊക്കെ പല പല വിഷയങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഈ യുക്രൈൻ റഷ്യ വിഷയത്തിലും ട്രംപിന്റെ ഏകപക്ഷീയമായിട്ടുള്ള നിലപാട് യൂറോപ്യൻ യൂണിയനെ തന്നെ ആകപ്പാടെ വല്ലാത്ത രീതിയിൽ അസ്വാരസ്യപ്പെടുത്തിയിരിക്കുകയാണ്. അതൊരു യുദ്ധത്തിലേക്ക് നയിക്കുമോ ഇല്ലയോ എന്നൊക്കെയാണ് സുനിൽജി ഇപ്പോൾ പറഞ്ഞത്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്നുള്ളത്. തീർച്ചയായിട്ടും.